വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും അന്നാന്ന് എടുക്കണ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? അതറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലെ. എവിടെയാണ് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്? ദണ്ഡിയിലാണ് അല്ലെ. അടുത്ത ചോദ്യം, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അങ്ങനെയൊന്നും ഇല്ലാത്തത് കേട്ടോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതാണ്? പ്ലാസി യുദ്ധമുണ്ട്, അതുപോലെ തന്നെ ബക്സാർ യുദ്ധമുണ്ട് അല്ലെ. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്? ഏതാണ്? കുറേയധികം കാര്യങ്ങൾ ഇവിടെ യൂണിയൻ ലിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അല്ല, ലിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സെൻസസ് ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്ത് നോക്കൂ, നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് എന്താണ്? എന്താണ്? റൗലറ്റ് ആക്ട് ആണ്. അടുത്തത്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? എന്താണ്? ചൗരി ചൗര സംഭവമാണ്. അടുത്ത ചോദ്യം എന്താണ്? 7th വൺ, പഴശ്ശി രാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ്. അപ്പോ ഏതാണത്? ആദ്യം മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ശരിയാണ്. ബ്രിട്ടീഷുകാരെ നികുതി നയത്തെ അനുകൂലിക്കുകയാണോ ചെയ്തത്? തെറ്റാണ് അല്ലെ. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. ഇതൊക്കെ ശരിയാണ് അല്ലെ. ഇനി അടുത്തത് 8ാമത്തത് എന്താണ്? ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഭാഷകളാണ്. 8th ഷെഡ്യൂളിൽ എന്താണ്? ഭാഷകളാണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മസമാജമാണ്. അടുത്ത ചോദ്യം, കൃഷി വകുപ്പ് മന്ത്രി. അപ്പോ മന്ത്രിസഭയൊക്കെ നാളെയാണ് കൃത്യമായിട്ട് തീരുമാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് അത് പഠിക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ, അമേരിക്കൻ മോഡൽ അല്ലെ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരത്തെ വിളിക്കുന്നത് പുന്നപ്ര വയലാർ സമരം എന്നാണ്. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്തിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? വ്യവസായമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയുടെ പേര് എന്താണ്? 20ദിന പരിപാടി എന്നാണ്. അടുത്തത്, 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2021 132 ആണ്. ഇപ്പോഴത്തെ സൂചിക എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളൂ. നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഏതാണ്? കുറഞ്ഞ മൂലധനം മതി, പരിസ്ഥിതി സൗഹാർദ്ദമാണ്, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി കാർവേ കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ എന്താണ്? 1, 2, 3, 4 ഒക്കെ ശരിയാണ്. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ 1948 നിയമിച്ച കമ്മീഷന്റെ പേര് ഡോക്ടർ S രാധാകൃഷ്ണ കമ്മീഷൻ എന്നാണ്. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം നോക്കൂ, തൃതീയ മേഖല ഏതാണ്? തൃതീയ മേഖല എന്നറിയപ്പെടുന്നത് സേവന മേഖലയാണ്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉടുമ്പൻചോല താലൂക്കിലാണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണാണ് കേട്ടോ. എന്താണ്? ചെങ്കൽ മണ്ണാണ്. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടലാണ്. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ
ആദ്യത്തെ കായിക താരം? പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്? MD വത്സമ്മയ്ക്കാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? കോതമംഗലം താലൂക്കിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തീരപ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം മുക്തം ആക്കുക എന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്രഹ്മപുരം എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഏതാണ്? അതും എറണാകുളം ജില്ലയിലാണ്. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഇടിമിന്നലിനെയാണ്. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയത് ഏത് കായലിലാണ്? ആക്കുളത്താണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ദാമനാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. അത് ശരിയാണ്. നർമ്മദാ നദി പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അത് ശരിയാണ്. അപ്പൊ രണ്ടും ശരിയാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇപ്പൊ സെൻസസ് ഒക്കെ വരികയാണ്, ഇനി ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം അല്ലെ. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. നീളം കൂടിയ അതിർത്തി ബംഗ്ലാദേശിനാണ്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? വിസരണം എന്നാണ്. ഏത് മൂലകത്തിന്റെ ആറ്റോമിക നമ്പർ ആണ്? 100. 100 ഇതിന്റെയാണ് ഫെർമിയത്തിന്റെ ആറ്റോമിക നമ്പർ ആണ്. പിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? അമേരിക്കയുടെയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ട്ടോ. അതായത് 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്. ഇതിൽ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി. തെറ്റാണ്. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. അതും ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി എന്ന് മനസ്സിലാക്കാം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലിയാണ് കേട്ടോ. 49 ചിലി. താഴെ പറഞ്ഞവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ജപ്പാനിലെ മതം ഷിൻഡോയിസം ആണ്. ജപ്പാനിലെ മതം ട്ടോ. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? ഏത് രാഗമാണ് രാത്രിയിൽ ആലപിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആലപിക്കുന്നത് നീലാംബരി രാഗമാണ്. ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണത്. മജീഷ്യൻ ഗോപിനാഥിന്റെയാണ്, മുതുകാടിന്റെ ട്ടോ. അടുത്തത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അടുത്ത ചോദ്യം എന്താണ്? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് അല്ലെ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നോക്കൂ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നു. അത് തെറ്റാണ്. അടുത്ത നോക്കൂ, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ 2 ശരിയാണ്. അപ്പൊ 3ഉം 2ഉം ശരിയാണ്. ഒന്നാമത്തെ തെറ്റാണ് കേട്ടോ. അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഹരിത ഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യനിൽ ഏതവയവത്തെ ബാധിക്കുന്നു? തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത്തെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഈജിപ്ത് ആണ് ആതിഥേയത്വം വഹിച്ചത്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഏതാണ്? കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്? ഏതാണ്? ലാക്ടസ് വെറീസ് ആണ് വസന്തത്തിന്റെ തടാകം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ് ജലത്തിന്റെ സാന്ദ്രത എന്നറിയപ്പെടുന്നത്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുള്ള ഊർജ മാറ്റം എന്താണ്? വൈദ്യുതോർജം രാസോർജമായി മാറുന്നതാണ്.
അടുത്തത് സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്നത് എന്താണ്? സൾഫർ ആണ് ചേർക്കുന്നത്. ഇന്ത്യയിൽ അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? സിക്കിമിലാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ആരാണത്? ഒലിവർ ഡീമൻ ആണ്. ആരാണ്? ഒലിവർ ഡീമൻ ആണ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ചെറിയ മുറിവിൽ നിന്നും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് എന്ത് വിളിക്കുന്നു? ഹീമോഫീലിയ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുക്കുക. മാസത്തിൽ ഒരിക്കൽ രക്തം ദാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. 18നും 60നും ഇടയിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ശരി. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. അതും ശരിയാണ്. അടുത്ത ചോദ്യം എന്താണ്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റമിൻ എ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കാനാണ് പറയണത്. എന്താണത്? എയ്ഡ്സിന് കാരണമായിട്ടുള്ള ചോദിച്ചാണ്. അപ്പൊ എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹോർമോണുകളിൽ എന്തിന്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്കാൾ കൂടുന്നത്? എന്തിന്റെ അഭാവമാണ്? ഇൻസുലിന്റെ അഭാവം മൂലമാണ്. അടുത്ത ചോദ്യം, ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. അത് ക്ഷയം, BCG ആണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതൊക്കെ പഠിക്കാട്ടോ. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ എന്ന് പറയുന്നത്? എന്തുമായിട്ടാണ് റെഡ് റിബൺ ബന്ധപ്പെട്ടിരിക്കുന്നത്? എയ്ഡ്സ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിലാണ് പെടുന്നത്? വൈറസ് വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് എന്താണ്? LGS എക്സാം ആണ്. എക്സ് സർവീസ്മാനും വേണ്ടി പ്രത്യേകം നടത്തിയിട്ടുള്ള LGS എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. LGS ആവുമ്പോൾ അറിയാം നമുക്ക്. നമ്മൾ LGS ആണോ എഴുതാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കാട്ടോ. അടുത്ത ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഹോട്ട് ടോപ്പിക്സുമായിട്ട് ടീച്ചർ വീണ്ടും വരാട്ടോ.